എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ? അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമാണ് അത് നടക്കുന്നത്. അഥവാ ശുക്ലം യോനിക്കുള്ളിലേക്ക് കടത്തുക എന്നുള്ള ഒരൊറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ. അവിടെ സമയത്തിൻ്റെ പ്രശ്നം ഉടലെടുക്കുന്നില്ല. അതായത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. എന്നിരുന്നാലും ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം നിലനിൽക്കുന്നത്. എന്താണ് ദമ്പതികളെ ചികിത്സിക്കേണ്ടത് ആവശ്യമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ISRMലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശീഘ്രസ്ഖലനം അഥവാ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന അവസ്ഥയാണ്. എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ? അത് നമുക്ക് വിശദമായി പഠിക്കുകയാണെങ്കിൽ, അതായത് മനുഷ്യൻ്റെ മാത്രം പ്രശ്നമാണ് അത്. മറ്റ് ജന്തുക്കളിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്നൊരവസ്ഥയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമാണ് അത് നടക്കുന്നത്. അഥവാ ശുക്ലം യോനിക്കുള്ളിലേക്ക് കടത്തുക എന്നുള്ള ഒരൊറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ. അവിടെ സമയത്തിൻ്റെ പ്രശ്നം ഉടലെടുക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. എന്നാൽ ഞാനൊരു തമാശ രൂപത്തിൽ പറയട്ടെ, മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആനന്ദത്തിന് വേണ്ടിയാണ്. പ്രത്യുൽപാദനം അതിൻ്റെ ഒരു പാർശ്വഫലമാണെന്ന് മാത്രം പറയാം. അതായത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. എന്നിരുന്നാലും ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം നിലനിൽക്കുന്നത്. ഇത് പരിണാമചക്രം നോക്കുകയാണെങ്കിൽ മറ്റു ജന്തുക്കളിൽ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലിന് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് സംഭവിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5-8 മിനിറ്റ് അതിന് വേണ്ടി വരുന്നു. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ലൈംഗിക ആനന്ദം അഥവാ രതിമൂർച്ചയിലേക്ക് എത്തുവാനുള്ള സമയം ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വശം. ലൈംഗിക രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് ഓരോ വ്യക്തിക്കും പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം ആവശ്യമുണ്ട്. ശീഘ്രസ്ഖലനം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഭാര്യ സംതൃപ്തിയാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഏറ്റവും ആദ്യം നാം കണക്കിലെടുക്കേണ്ട പ്രശ്നം, രണ്ടു കൂട്ടർക്കും ശരിക്ക് രതിമൂർച്ച ലഭിച്ചാൽ മാത്രമേ ലൈംഗികമായി സംതൃപ്തി ലഭിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശുക്ലവിസർജനം ഉണ്ടാകുന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയാണെങ്കിലും ഒരു തരത്തിലുള്ള രതിമൂർച്ച ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് വേണ്ടത്ര രീതിയിലുള്ള അല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഉടലെടുക്കുന്നു. ആ നിരാശ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവരുടെ താല്പര്യമില്ലാണ്ടാക്കുന്നു. മാത്രമല്ല, ഇത്തരം സ്ത്രീകൾ മിക്കപ്പോഴും കുടുംബകലഹം ഉണ്ടാക്കുന്നതായി കാണാം. ഭർത്താവിനോടും ഭർത്താവിൻ്റെ ബന്ധുക്കളോടും മക്കളോടും ഒക്കെ എപ്പോഴും ദേഷ്യത്തിൽ പെരുമാറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രവണത. മാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള സംതൃപ്തി അവർക്ക് ലഭിക്കാത്തതുകൊണ്ട് അവർ കലഹിച്ചുകൊണ്ടേയിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം വരുന്ന ഒരവസ്ഥ അവരിൽ കണ്ടുവരുന്നു. ഇനി ശീഘ്രസ്ഖലനം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. തീർച്ചയായും ഇതിന് കാലാകാലങ്ങളായി ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ, ഫ്രോയിഡ്, അങ്ങനെയുള്ള അവരൊക്കെ, കാപ്ലൻ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ കാര്യത്തിൽ ഒട്ടനവധി ഗവേഷണങ്ങൾ നടത്തി ചില മെത്തേഡുകൾ ആവിഷ്കരിക്കുകയുണ്ടായി. ആ മെത്തേഡുകൾ എന്ന് പറയുന്നത് ബിഹേവിയർ തെറാപ്പിയാണ്. അതായത് ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം പുറകോട്ട് വലിക്കുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, വീണ്ടും പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ സ്ക്യൂസ് മെത്തേഡ്, ലിംഗത്തിൻ്റെ അഗ്രം ഞെക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഈ സംഭവങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അന്ന് മറ്റ് ഇല്ലാതിരുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള ചികിത്സകളായിരുന്നു ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഇത് പ്രായോഗിക തലത്തിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. പ്രായോഗിക തലത്തിൽ കാര്യമായ പ്രയോജനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നെ റിവേഴ്സ് കൗണ്ടിങ് എന്ന ഒരു മെത്തേഡ് പറയാറുണ്ട്. അതായത് 100, 99 അങ്ങനെ പുറകോട്ട് എണ്ണുക. അതായത് ചിന്ത ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ശീഘ്രസ്ഖലനത്തിൻ്റെ ഇത്തരം ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രചാരമുണ്ടായിരുന്ന ഒരു ചികിത്സയായിരുന്നു. സത്യം പറയട്ടെ, ഇങ്ങനെ റിവേഴ്സ് കൗണ്ടിങ്ങിന് പോകുമ്പോൾ ലിംഗത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുകയും മറ്റൊരു ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ ദൃഢത നഷ്ടപ്പെടുന്നതായിട്ട് ആണ് കാണുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു ചികിത്സാ മാർഗമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പിന്നീട് എത്തിപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമായി നടന്നു വരുന്നുണ്ട്. അതിന് ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് സ്ഖലനത്തിൻ്റെ സമയം നീട്ടിക്കൊണ്ടുപോകുവാൻ ഇന്ന് കഴിയുന്നുണ്ട്. അത് രണ്ടു കൂട്ടർക്കും സംതൃപ്തി ലഭിക്കുന്ന രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിന് ഇത്തരം മരുന്നുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്.
അത് ഒരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറിൻ്റെ സഹായത്തോടെ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇനി ശീഘ്രസ്ഖലനത്തെക്കുറിച്ച് ഇന്നും വളരെയധികം അബദ്ധധാരണകളുണ്ട്. ഇത് ആദ്യമായി ഇതിനെക്കുറിച്ച് പറയേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന്, അതായത് സ്ഖലനം സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണമായി പറയപ്പെടുന്നത് ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഭയപ്പാടോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടായിരിക്കാമെന്നുള്ളതാണ്. ഇതിന് വലിയ അടിസ്ഥാനം, അതായത് ഗവേഷണം നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല, ഒരു അനുമാനം മാത്രമാണ്. ഇതൊന്നും അതിൻ്റെ ഘടകമേ അല്ല. ശരിക്കും ഓരോരുത്തരുടെ ന്യൂറോണൽ സ്റ്റാറ്റസാണ് ശരിക്കും അതിൻ്റെ കാരണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനി അടുത്തതായി പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗം വളരെയധികം ചെയ്യുകയാണെങ്കിൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നു. ഇതിനും ഒരടിസ്ഥാനമില്ല. സ്വയംഭോഗം എത്രത്തോളം ചെയ്താലും ലൈംഗിക ശേഷിക്കുറവോ ലൈംഗികമായിട്ടുള്ള ശീഘ്രസ്ഖലനമോ ഉണ്ടാകാറില്ല. അതും ഒരു തെറ്റിദ്ധാരണയാണ്. വളരെയധികം കാലമായി ഇതിങ്ങനെ പ്രചരിച്ചു വരുന്നുണ്ട്. ഇനി ശീഘ്രസ്ഖലനത്തിനുള്ള ചികിത്സയുടെ കാര്യങ്ങൾ, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന രീതിയിൽ വളരെയധികം ചികിത്സകൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ 8ാം ക്ലാസ് പാസ്സായവനും 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവരുമൊക്കെ ഇതിന് ഓരോ രീതിയിലുള്ള ചികിത്സകൾ നിർദ്ദേശിക്കാറുണ്ട്. അതിൽ യൂട്യൂബ് വഴിക്കും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ വഴിക്കും ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അവർ 1 മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടും ശീഘ്രസ്ഖലനം ചികിത്സിക്കാമെന്നും ശാശ്വത പരിഹാരമെന്നും ഒക്കെ പ്രസ്താവിച്ച് കാണുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അത്തരം ചികിത്സകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ആർക്കും ലഭിച്ചതായി കാണപ്പെടുന്നില്ല. ഇനി ശീഘ്രസ്ഖലനത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. അതായത് ഇത്തരം ചികിത്സകളിൽ ചെന്ന് പെടുന്നവർ ജാള്യത കൊണ്ട് ഇത് പുറത്തു പറയാൻ മടിക്കുകയില്ല. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു തട്ടിപ്പ് ചികിത്സയിൽ ചെന്ന് പെടുകയും ശീഘ്രസ്ഖലനം മാറാതെ ഞങ്ങളുടെ അടുക്കൽ ചികിത്സയ്ക്ക് വരികയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ആണ് ഇതിന് പരിശോധനകളുണ്ട്, രക്തം പരിശോധിക്കേണ്ടതുണ്ട്, ഹോർമോണിൻ്റെ പരിശോധനയുണ്ട്, ന്യൂറോണലായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, ബയോതെസ്മിയോമെട്രി ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം എന്നുള്ള കാര്യം ഈ ഓഫീസർ അറിയുന്നത്. അദ്ദേഹം എല്ലാ പരിശോധനകളും നടത്തി അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സകളിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള പ്രയോജനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇനി ശീഘ്രസ്ഖലനം പുരുഷൻ്റെ മാത്രം പ്രശ്നമാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റൊരു തരത്തിലുള്ള ശീഘ്രസ്ഖലനമുണ്ട്. അതിലെന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ സ്ത്രീയാണ് അതിനകത്ത് ശീഘ്രസ്ഖലനത്തിൻ്റെ കാരണക്കാരിയായി മാറുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 7 മിനിറ്റിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ആവറേജ് ലഭിക്കേണ്ട സമയം 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയാണ്. അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ പുരുഷന് നമ്മൾ ചികിത്സിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാരണമില്ല. ചികിത്സിക്കരുത് എന്നല്ല പറയുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കണമെങ്കിൽ 10ഉം 15ഉം ചിലർക്ക് അതിലും കൂടുതൽ സമയമെടുക്കാറുണ്ട്. അത്തരം അവസ്ഥയിൽ നാം ചികിത്സിക്കേണ്ടത് ദമ്പതികളെയാണ്. അതല്ലാണ്ട് പുരുഷനെ മാത്രമല്ല സ്ത്രീയെ മാത്രമല്ല. ഈ ദമ്പതികൾക്ക് എന്തുകൊണ്ടാണ് ഈ രതിമൂർച്ചയിലെത്തുവാൻ വളരെയധികം സമയം വേണ്ടി വരുന്നത് എന്നുള്ളത് സ്ത്രീക്കുള്ള പരിശോധനകൾ നടത്തി അത് കണ്ടുപിടിക്കണം. അതിനുശേഷം ആർക്കാണോ ചികിത്സ വേണ്ടത് ആ രീതിയിലുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. ഇനി പുരുഷൻ മാത്രമല്ല സ്ത്രീയും ശീഘ്രസ്ഖലനത്തിന് കാരണം ആകാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ലഭിക്കുന്നതിന് 10 മിനിറ്റും അതിൽ കൂടുതലും ആവശ്യമായി വരാറുണ്ട്. സാധാരണഗതിയിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ സമയം ലഭിക്കുകയാണെങ്കിൽ, 7 മിനിറ്റൊക്കെ സമയം ലഭിക്കുകയാണെങ്കിൽ അത് പുരുഷൻ്റെ പ്രശ്നമേ അല്ല. കാരണം അത്രയുമൊക്കെ സമയം ലഭിക്കേണ്ട ആവശ്യമുള്ളൂ. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 10ഉം 15 മിനിറ്റുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ രതിമൂർച്ച ലഭിക്കാറുള്ളൂ. ഇത്തരം കേസുകളിൽ ദമ്പതികൾക്കാണ് ചികിത്സ വേണ്ടത്. അതായത് പുരുഷന് മാത്രമല്ല സ്ത്രീക്ക് മാത്രമല്ല 2 കൂട്ടർക്കുമാണ്. അപ്പോൾ അതിന് ചില പ്രത്യേക രീതികൾ വഴിക്ക് ഇവരുടെ കാരണങ്ങൾ കണ്ടെത്തി, അതായത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രത്തോളം സമയമെടുക്കുന്നത് അതെല്ലാം പരിശോധനകളിലൂടെ കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഹോർമോൺ പ്രശ്നമാകാം, ന്യൂറോൺ ആയതാകാം, ചിലപ്പോൾ അവരുടെ ജനിതകം തന്നെ അങ്ങനെ ആയിരിക്കാം. ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നേരിയ രീതിയിൽ മാറ്റം വരുത്തുവാൻ കഴിയും. മാത്രമല്ല 2 കൂട്ടരെയും ചികിത്സിക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യം നല്ല